നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. രാവിലെ കാണഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരും അന്വേഷിച്ചില്ല കേട്ടോ, മോശമായിപ്പോയി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു ആത്മഹത്യ കണ്ട കഥയാണ്. നേരിൽ കണ്ടു എന്നല്ല കേട്ടോ, ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു. അതായത് മല്ലപ്പള്ളിയിലാണ് ഈ സ്ഥലം എന്നൊക്കെ നിങ്ങളോട് പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം പാലത്തിനക്കരെ ഞങ്ങളുടെ രോഹിണി ആൻറ്റിയുടെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അവിടെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് സുന്ദരിയായേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വരെ പോയി ഒന്ന് ത്രെഡൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴി ഞാൻ പാലത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പാലത്തിൽ നിൽപ്പുണ്ട്. ഉച്ച സമയമാണ് കേട്ടോ, പാലത്തിൽ നിൽപ്പുണ്ട്. ഉച്ച സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉച്ച സമയമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പെൺകുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ മുഖം കണ്ടപ്പം എന്തോ വിഷമിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കില്ലോ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുവാണെന്നൊന്നും. അപ്പം ഞാനതിനെ കണ്ടു. ഞാനിങ്ങ് പോന്നു കഴിഞ്ഞിട്ട് കടയിൽ വന്ന് ഞാൻ കുറച്ച് നേരം എൻ്റെ സ്റ്റാഫിനോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ അവിടെ അപ്പോൾ എന്തോ ഒരു ബഹളം കേട്ടു വെളിയിൽ. അപ്പം നോക്കുമ്പോഴാണ് ഭയങ്കര ആൾക്കാർ പാലത്തിലോട്ട് ഇറങ്ങി ഓടുന്നു, ഭയങ്കര ബഹളം. ചെന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഈ കണ്ട പെൺകുട്ടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. മരിച്ചു കേട്ടോ. ചാടി ആൾക്കാർ രക്ഷിക്കുന്നതിന് മുമ്പ് ആ കുട്ടി മരിച്ചു. 3 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ച്. അതിന് കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിന് 3 മാസം പ്രായമേ ആയിട്ടുള്ളൂ. എന്തൊക്കെയോ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു 3 മാസം പ്രായമുള്ളൊരു കൊച്ചിനെ അതിനെ കണ്ട് കൊതി പോലും തീരാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആ പെൺകുട്ടിക്കുണ്ടായ മാനസികാവസ്ഥ എത്രമാത്രമായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന, എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം, ഞാൻ ആ കുട്ടിയെ കണ്ട സമയത്ത് ചിലപ്പോൾ ഞാൻ അതിനെ ഒന്ന് എന്നെ ഇവിടെ നിൽക്കുന്നതെന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അല്ലേ, അത് നമ്മുടെ മറ്റേ ഹിറ്റ്ലറിനകത്ത് പറയുന്ന പോലെ ഉറക്കക്കറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എന്താ ഇവിടെ നിൽക്കുന്നത്, വാ നമുക്ക് അവിടെ പോകാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചെറുപക്ഷേ ചിലപ്പോൾ അത് പിന്തിരിഞ്ഞു പോയേനെ. സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരെയും ശ്രദ്ധിക്കാതെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ടൗണിൽ കൂടോ അല്ലെങ്കിൽ ഒരു കവലയ്ക്കൂടോ ഒക്കെ നടന്നു പോയാൽ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നതൊക്കെ കാണാമായിരുന്നു. ഇപ്പോഴും ആമ്പിള്ളേരൊക്കെ അങ്ങനെ വർത്താനം പറയുന്നത് കാണാം. പക്ഷേങ്കിൽ അവരെല്ലാം അവരുടേതായ ലോകത്താണ്. എല്ലാവരുടെയും കയ്യിലൊരു മൊബൈൽ കാണും. അവരതിനകത്തെ തമാശകളൊക്കെ ആസ്വദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മോനോട് ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ അവനൊന്നും അറിയില്ല, അവൻ്റെ കൂടെ ആരായിരുന്നെന്ന് പോലും അവനറിയില്ല ചില ദിവസം. അപ്പം ഞങ്ങൾ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ നോക്കി അവരെല്ലാം അവരുടെ ഫോണിലാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തമാശ തന്നിടാ, ഇത് കണ്ടോടാ, ഇത് കണ്ട് ഞാൻ ചിരിച്ചു മറിഞ്ഞു പോയടാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതിനകത്തൊരു തമാശ, അല്ലാതെ അവർക്ക് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സത്യം പറഞ്ഞൊരു ബോധമില്ല. അപ്പം എനിക്കിത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും കണ്ടാൽ എനിക്കതൊരു വലിയ ടെൻഷനാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ സന്ധ്യയ്ക്ക് ഇറങ്ങി, എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഇച്ചിരി ഒഴിഞ്ഞ കോണിലോട്ട് കയറി നിൽക്കാൻ സൗകര്യത്തിനാണ്. അപ്പോൾ അതിന് മുഖത്ത് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഇത് മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ആരെയും വെറുതെ വിടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്നൊക്കെ ചുമ്മാ ഒന്ന് ചോദിച്ചെന്നിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ അതിനോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങ് കരയുവാണ് കൊച്ചങ്ങ്, ഭയങ്കരമായിട്ട് എന്നോട് അങ്ങ് കരയുവാണ്. ഒന്നും പറയുന്നില്ല, കരയും. ഞാൻ പറഞ്ഞു, എന്താ കാര്യം പറ, എന്നാ പ്രശ്നം എന്താ. അപ്പോൾ എനിക്ക് എൻ്റെ പേടി കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡിനെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എന്തോ രാവിലെ എല്ലാ പണിയും ചെയ്തിട്ട് 5-6 മാസമേ ആയുള്ളൂ കല്യാണം കഴിച്ചിട്ടെന്ന് ഓർക്കണം. ആ കുട്ടീനോട് പറഞ്ഞതാണ്. അപ്പം ഹസ്ബൻഡ്, അമ്മയും ഈ കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പം രാവിലെ എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടാണ് ചേച്ചി വന്നു. ഞാൻ പോരുമ്പോൾ അമ്മായിയമ്മ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ കാപ്പി കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചില്ല പോലും. അത് ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പം ആ ഗ്ലാസ് കഴുകി വെക്കാതെ പോകുന്നത്. അതിന് ഭർത്താവ് കിടന്ന് വഴക്ക് പറയുകയാണ് എന്ന് പറഞ്ഞ് ആ കൊച്ചങ്ങ് കരച്ചിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് പേടിയായിപ്പോയി അതിനായിട്ട്. ഞാനൊരു അരമണിക്കൂറോളം സത്യം പറഞ്ഞാൽ അതിനോട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ആ ചെറുക്കൻ വന്ന് അതിനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്കൊരു സമാധാനമായത്. നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഏത് മാനസികാവസ്ഥയാണ് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ എന്നാലും ചിലപ്പോൾ നമ്മൾ അവരോട് ചുമ്മാ ഒരു ലോഹ്യമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറിയെന്നിരിക്കും. നമ്മുടെ അടുത്തിരിക്കുന്നവരായാലും, ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം വെയിറ്റിംഗ് ഷെഡിൽ നമ്മളോട് ഇരിക്കുന്നവരായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു ദിവസം അത് കോമഡിയാണ്. ഞാൻ ഇങ്ങനെ മോളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തതാണ് പെണ്ണുപിള്ളയോട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഞാനിപ്പോൾ ദേഷ്യം വരുന്നതാണ്. ഞാനിപ്പോൾ ദേഷ്യത്തിൽ ചുമ്മാ ഒരു തമാശയ്ക്ക്, എന്നാ ചേട്ടാ ഇത് എന്ന് ചോദിച്ചു. പെണ്ണുപിള്ള ചുമ്മാ കിടന്നു അവൾക്ക് അവിടെ നിന്ന് വരുന്നപ്പം പുള്ളി അന്ന് ജോലി ഉണ്ടായിരുന്നില്ല. പുള്ളിയോടൊപ്പം എന്തോ സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ ഇപ്പോൾ ഇതുപോലെ പൈസ, ജോലിക്ക് പോയെങ്കിലല്ലേ പൈസ ഉള്ളൂ. അന്ന് പുള്ളിക്ക് പണിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അങ്ങനെ എന്തോ സംഭവമാണ്. എന്തായാലും കൊള്ളാം. അങ്ങനെ ചില കോമഡികളും ഉണ്ടാവാറ്. പക്ഷേ ഇതുപോലെ
നമുക്ക് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ ആ കൊച്ചിൻ്റെ ആ ശരിക്കും പറഞ്ഞാൽ ഞാനും ഓടിപ്പോയി കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ചങ്ക് വല്ലാതെ ഞുറുങ്ങിപ്പോയി. കാരണം നമ്മൾ ഒരു നിമിഷം ചിലപ്പോൾ ഞാൻ എന്നോടൊന്ന് ചോദിച്ചു എന്നാ കാര്യം ഇവിടെ നിൽക്കുക, എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ മനസ്സ് മാറിയേനും അല്ലേ. അതിൻ്റെ വിഷമം കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിഷമം അല്ലേ അത് ചിലപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറി നിന്നേനെ. എന്നാൽ ഒരു ജോലിയൊക്കെ ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അതിന് വേണമെങ്കിൽ ആലോചിക്കാൻ വേറെ രീതിയിൽ ജീവിക്കാമായിരുന്നു, കുഞ്ഞിനെയും കൊണ്ടൊക്കെ ജീവിക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളിങ്ങനെയാണ്, നമ്മളിപ്പോഴും പലപ്പോഴും നമ്മൾ സ്വയം അങ്ങ് ഒതുങ്ങി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ അടുത്തുള്ളവരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തക്കാരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡല്ല. അത് ആർക്കോ വേണ്ടി സംഭവിച്ചത്, നമുക്കത് വരുമ്പോഴേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകുമ്പം ഈ ആത്മഹത്യകളൊക്കെ കാണുമ്പം നമ്മൾ ആരും അവരെ കേൾക്കാനില്ലാഞ്ഞിട്ടാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ബുദ്ധിപരമായ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓരോ മുറിയിലും കയറി ആത്മഹത്യ ചെയ്തേനാണ്. അപ്പം പക്ഷേ എന്നാലും ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ധൈര്യം പക്ഷേ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പം ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. രാവിലെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. അപ്പോൾ ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും ഇങ്ങനെ നമ്മുടെ അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ആരെങ്കിലും കേട്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കോൺവെർസേഷൻസ് നമ്മുടെ അടുത്തിരിക്കുന്നവരായിട്ടൊക്കെ ഉണ്ടായാൽ നല്ലതാണ്. അപ്പോൾ പറ്റുന്നൊരു ഷെയർ ചെയ്യുക. താങ്ക് യു.